തിരുവനന്തപുരത്ത് പഴമാവശ്യത്തിന് പഴുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് കടയുടമയെ വെട്ടി പരിക്കേൽപ്പിച്ച കേസിൽ 4 പേർ പിടിയിലായിട്ടുണ്ട്. മുക്കോലയ്ക്കൽ സ്വദേശി വിഷ്ണു, വട്ടിയൂർക്കാവ് സ്വദേശി അനു, കുടപ്പനക്കുന്ന് സ്വദേശി ശരത്ത്, മോനു എന്നിവരാണ് പിടിയിലായത്. ആദ്യം നമുക്ക് റിപ്പോർട്ട് കണ്ടുവരാം. ഇന്നലെ രാത്രി 9 മണിയോടുകൂടിയാണ് 3 ഇരുചക്ര വാഹനങ്ങളിലായി 8 പേർ അവർ കുടപ്പനക്കുന്ന് പ്രദേശത്തേക്ക് എത്തുന്നത്. ആദ്യം ഈ 8 പേർ എത്തുന്നത് കുടപ്പനക്കുന്ന് ദേവീക്ഷേത്രത്തിന് സമീപത്തുള്ള ഒരു കടയിലേക്കാണ്. ആ കടയിലെത്തി സിഗരറ്റ് ആവശ്യപ്പെടുന്നു. സിഗരറ്റ് നൽകി പണവും തിരികെ നൽകുന്നുണ്ട്. ശേഷമാണ് കടയിലുണ്ടായിരുന്ന പഴം ആവശ്യപ്പെടുന്നത്. പഴം പഴുത്തില്ലല്ലോ എന്ന കടക്കാരൻ്റെ മറുപടിയാണ് പ്രകോപനത്തിന് കാരണമാകുന്നത്. ആദ്യം വന്ന് വീഡിയോ ചോദിച്ചു, അത് കൊടുത്ത് പൈസയും തന്നു. പിന്നീട് പൈസ തന്നില്ല, പഴം എടുത്തപ്പോൾ ഇത് പഴുത്തില്ല എന്ന് പറഞ്ഞു. അത്രയേ ഉള്ളൂ സംഭവം. അതിൻ്റെ ആ കൊല അത്രയും നാശപ്പെടുത്തിയിട്ട് അപ്പോൾ ഞങ്ങൾ അത് ചെയ്യരുതെന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് വെട്ടോത്തി കൊണ്ടുവന്ന് കട ഇപ്പോൾ വെട്ടി പൊളിക്കുമെന്ന് പറഞ്ഞിട്ട് വന്ന് ആദ്യം എന്നെ വെട്ടി. 2 പേര് വെട്ടി. ഒരാൾ വെട്ടോത്തി, ഒരാളിൻ്റെ വാള് കൊണ്ട് ഇവിടെ മുറിഞ്ഞ് വെട്ടോത്തി കൈ മുറിഞ്ഞു. എത്ര പേരുണ്ടായിരുന്നു? 8 പേരുണ്ടായിരുന്നു. കൃത്യം 9 മണിക്ക് അടയ്ക്കാൻ ഇറങ്ങിയ ഞാൻ 3 പാല് മിച്ചുണ്ടായിരുന്നു. അത് എടുത്തും കൊണ്ടങ്ങ് ഇറങ്ങിയതാണ്. അപ്പോഴാണ് ഫോൺ പേ ഉണ്ടാകാൻ വന്ന് കേട്ടപ്പോഴത്തേക്ക് ഫോൺ പേ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞ് ഫോൺ കൊടുത്തോണ്ട് ഇങ്ങോട്ട് വന്നത്. ഇല്ലെങ്കിൽ ഇതൊന്നും ഞാൻ അറിയാനേ ഉള്ളൂ. ഞങ്ങൾക്ക് പോവുകയും ചെയ്യുന്നത് വെട്ടിയിട്ടിട്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് ഈ സംഘം ഇരുചക്ര വാഹനങ്ങളായി പിന്നീട് എത്തിയത് കുടപ്പനക്കുന്ന് സ്വദേശിയായ രാജേഷിൻ്റെ വീടിന് മുന്നിലേക്കാണ്. ഈ രാജേഷിന് മുൻപും സമാനമായ കേസുകളിൽ പ്രതിയായിരുന്നു. അപ്പോൾ ഇവർ തമ്മിലുള്ള വ്യക്തിവൈരാഗ്യമാണോ പ്രശ്നം എന്നുള്ള ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. ആ വീട്ടിലെത്തിയ ശേഷം ആദ്യം രാജേഷിനെ പ്രകോപിപ്പിക്കുന്നു, പുറത്തിറങ്ങി വരാൻ പറയുന്നു. ശേഷം ഈ വീടിന് മുന്നിലേക്ക് പടക്കമെറിയുന്നു. പടക്കം വലിയ ശബ്ദത്തിലാണ് പൊട്ടിത്തെറിക്കുന്നത്. ആ ശബ്ദം കേട്ടുകൊണ്ടാണ് നാട്ടുകാരും എന്തോ പ്രശ്നം പ്രദേശത്തുണ്ട് എന്ന് തിരിച്ചറിയുന്നത്. 11:30 മണി കഴിയും. എനിക്കൊരു ഫോൺ കോൾ വരുന്നു. അടുത്തൊരു വീട്ടിൽ നിന്നൊരു ഫോൺ കോൾ വന്ന് ഇങ്ങനെ ഇവിടെ ഒരു ബോംബ് ശബ്ദം കേട്ടു, എന്തോ ഭയങ്കരമായിട്ട് ശബ്ദം കേൾക്കുന്നു, ആൾക്കാർ ബഹളം ഉണ്ടാക്കുന്നു, ചീത്ത വിളിക്കുന്നു, സഫിയൊക്കെ വിളിച്ച് പറയുന്നു, ഇറങ്ങി വാടാന്നും പറഞ്ഞുകൊണ്ടൊക്കെ വിളിക്കുന്നു. ഈ രാജേഷിൻ്റെ വീടിൻ്റെ മുന്നിലാണ് നടക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ രാജേഷ് ഇപ്പോൾ ജയിലിലൊക്കെ ആയിരുന്നു കുറച്ച് നാളുണ്ട്. അപ്പോൾ കുറച്ചാൾ ഇറങ്ങിയതിന് ശേഷം പിന്നെ വലിയ പ്രശ്നമില്ലായിരുന്നു. മുമ്പ് ഇതേപോലുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ജയിലിൽ കുറേ കാലം ജയിലിൽ കിടന്ന ഒരാളാണ്. 9 മണിക്ക് അവിടെ നടന്നു. അവിടെ നിന്ന് 1 കിലോമീറ്റർ ഭാഗമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഈ ഭാഗത്തൊരു പെട്രോളിങ് ആ സമയത്ത് തന്നെ ഒക്കെ ഈ ഭാഗങ്ങളിലൊക്കെ ഒന്ന് ഉണ്ടാക്കിയിരുന്നുവെങ്കിൽ ഈ ഒരു പ്രശ്നം ഒഴിവാക്കാൻ പറ്റുമായിരുന്നു. 3-4 സൗണ്ട് കേട്ടു. 3-4 വട്ടം സൗണ്ട് കേട്ടു. അപ്പോൾ തന്നെ ഇറങ്ങി നോക്കിയില്ല. പിന്നെ വീട്ടിനകത്ത് തന്നെ നിന്നു. ഒരു പേടിയായി. നമ്മൾ ഇറങ്ങി വന്ന ചിലപ്പോൾ നമുക്കും പറ്റുള്ളൂ എന്നുകൊണ്ട് നമ്മൾ ഇറങ്ങിയില്ല. കാറ് രാജേഷിൻ്റെ, പിന്നെ ഓട്ടോറിക്ഷ അവിടെ വീട്ടിലെ ഈ രാജേഷിൻ്റെ അല്ലാത്ത വാഹനങ്ങളും തകർത്തു. എന്തായാലും ഏതാണ്ട് 300 മീറ്റർ പരിസരത്തുള്ള പല വാഹനങ്ങളും തകർത്തു. ഏതാണ്ട് 6 വാഹനങ്ങൾ, 2 ഓട്ടോറിക്ഷ, 2 കാറുകൾ, ഒരു ബൈക്ക് ഉൾപ്പെടെ 6 വാഹനങ്ങളാണ് ഗുണ്ടാ സംഘം തല്ലി തകർത്തത്. നാട്ടുകാർ പരാതി നൽകിയിട്ടും അവർക്ക് സുരക്ഷിതത്വം ഒരുക്കാൻ പോലീസ് തയ്യാറാകുന്നില്ലെന്ന പരാതിയും നാട്ടുകാർക്കുണ്ട്. ബിജു വിഎസിനൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. അപ്പോൾ ഇതിലെ ഒരു കഥാപാത്രം പഴമാണ്. നമ്മൾ പല സ്ഥലങ്ങളിൽ ചില വാർത്തകൾ കേട്ടിട്ടുണ്ട്. ഈ പൊറോട്ടയ്ക്ക് ഉപ്പ് കുറഞ്ഞു പോയി, പപ്പടം കല്യാണ വീട്ടിൽ കിട്ടിയിട്ടില്ല, അങ്ങനെയൊക്കെയുള്ള പേരിലൊക്കെ ഒരുപാട് അക്രമങ്ങളും പോരുമൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷേ ഇതൊരു ക്രിമിനൽ രീതിയിലേക്ക് മാറുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തലസ്ഥാനത്തെ സംബന്ധിച്ചോളം ഞാൻ ആമുഖമായി പറഞ്ഞതുപോലെ വലിയ രീതിയിൽ ഗുണ്ടാക്രമണങ്ങളൊക്കെ നടന്നിട്ടുള്ള, ഒരുപാട് പേർ കുരുതി കൊടുക്കപ്പെട്ട ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോയ രാഹുൽ ജി നാഥ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാഹുൽ, ഈ വാർത്ത പൊതുവേ നമ്മൾ ഈ റിപ്പോർട്ട് കഴിയുമ്പോൾ ചില സംശയങ്ങൾ, ഈ പഴത്തിൻ്റെ പേരിലാണോ, പഴത്തിൻ്റെ പേരിൽ മാത്രമായിരിക്കും? പക്ഷേ എനിക്കൊന്നൊരു കോൺസ്പിറസി അവിടെ നടന്നതായിട്ട് തോന്നുന്നുണ്ട്. അതാണോ ഇത് പഴം ഒരു കരുവാക്കിയതാണോ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. പേടിപ്പെടുത്തുന്ന, ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങളാണ് അവിടെ കണ്ടത്. ഒന്ന്, കൃത്യമായി ആസൂത്രിതമായാണ് ഇവർ ഈ സംഘം പോകുന്നത്. സംഘം പോകുമ്പോൾ മദ്യപിച്ചിട്ടുണ്ട്. അവർ കടയിൽ പോയി ആദ്യം സിഗരറ്റ് വാങ്ങുന്നു. അതിനുശേഷമാണ് പഴത്തെപ്പറ്റി ചോദിക്കുന്നത്. പഴത്തെപ്പറ്റി ചോദിക്കുമ്പോൾ ആ കടയുടമ പറഞ്ഞത് പഴുക്കാത്ത പഴം എങ്ങനെ തരും എന്ന ചോദ്യം. ആ ചോദ്യമാണ് എന്നാൽ തയ്യാറെടുപ്പിന് വേണ്ടി ഇത് ഉപയോഗിക്കാം എന്ന തരത്തിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ പഴം അല്ലെങ്കിൽ പപ്പടം എന്നൊക്കെ പറയുമ്പോൾ ഇതെല്ലാം ഒരു മാനസികാവസ്ഥയാണ്. ആ മാനസികാവസ്ഥ, ഇവർ എന്താണ് ഉദ്ദേശിക്കുന്നത്, ആ മാനസികാവസ്ഥയിലേക്ക് ഇവരെങ്ങനെ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പഴം ഒരു കരുവായുന്നേ ഉള്ളൂ. ആ പാവപ്പെട്ട കടയുടമയ്ക്ക് 2 ഇടത്താണ് വെട്ടേറ്റത്. അവസാനം ഈ ടീമുകളൊക്കെ നല്ല പ്രബലരായ ടീമുകളാണോ? കാരണം തിരുവനന്തപുരത്ത് കഴിഞ്ഞാൽ ഗുണ്ടാസംഘങ്ങൾ എന്ന് പറഞ്ഞാൽ പല പേരിലേക്ക് വട്ടപ്പേരുകളുണ്ട് പല ഗുണ്ടകൾക്ക്. കാരണം കഴിഞ്ഞ ഒരു 2 പതിറ്റാണ്ട് മുമ്പൊക്കെ ഉള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് വലിയ രീതിയിൽ കണ്ടാൽ വെട്ടും കുത്തും, ഗുണ്ട പക, കുടിപ്പക, ഇതൊക്കെയായിരുന്നു. അപ്പോൾ ഈ ഗുണ്ടകളുടെ ഒരു രീതി, ഇവരുടെ ക്രിമിനൽ പശ്ചാത്തലം സംബന്ധിച്ചൊക്കെ രാഹുൽ ജി നാഥ് പരിശോധിക്കുമ്പോൾ എന്താണ് പറയുന്നത്? എന്തായാലും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ്. ഏറ്റവും പ്രധാനം
18, 19, 20 വയസ്സ് മാത്രമേ ഇവർക്കുള്ളൂ. ഇതിൽ പിടികൂടിയ ഒരു പ്രതിക്ക് 17 വയസ്സ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഈ കാലഘട്ടം കൊണ്ട് തന്നെ അവർ മേൽവിലാസം മാത്രമല്ല ഉണ്ടാക്കി. നിസ്സാരമായിട്ടുള്ള ഒരു പഴത്തിന്റെ പേരിലാണെങ്കിൽ അവിടുത്തെ ആളുകൾ പരിസരവാസികൾ പറയുന്ന പോലീസിന്റെ ഒരു അറ്റൻഷൻ അവിടെ ലഭിക്കുന്നില്ല, അവരെ സംബന്ധിച്ചോളം പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടോ അവിടെ? ഉണ്ട്, തീർച്ചയായും ഉണ്ട്. കാരണം നമ്മളവിടെ ചെല്ലുമ്പോൾ പോലും പോലീസ് എത്തി എന്ത് ചെയ്തെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് മറുപടിയില്ല. കാരണം 9 മണിക്ക് ആദ്യം കടയിൽ പോയി ഒരു തയ്യാറെടുപ്പ് എന്ന രീതിയിൽ ആ മനുഷ്യനെ ആക്രമിച്ച ശേഷം ഇറങ്ങി വന്നത് പിന്നെ 11:30-ക്കാണ്. അത്രയും സമയം അവർക്ക് ആ നഗരത്തിൽ വിഹരിക്കാൻ കഴിയുന്നു, ആസൂത്രണം ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള വീഴ്ചയാണ് നമുക്ക് തന്നെ പറയേണ്ടി വരും. എന്തൊക്കെ വകുപ്പുകൾ ഇട്ടാണ് കേസെടുത്തത്? ഇതിപ്പോൾ എന്തായാലും ഈ പറഞ്ഞതുപോലെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഇട്ടിട്ടുണ്ട്. ഇവർ ഈ പ്രായമാണ് ഏറ്റവും ആശങ്കപ്പെടുന്നത്. പ്രതി ചോദിച്ചതുപോലെ ഈ ഒരു കാലഘട്ടം കൊണ്ട് തന്നെ ഗുണ്ടകളെന്ന മേൽവിലാസം ഇവർ സമ്പാദിച്ചിട്ടുണ്ട്. ഒപ്പം മണ്ണന്തലയിൽ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഈ ബോംബ് നിർമ്മാണത്തിനിടെ ബോംബ് പൊട്ടി പരിക്കേൽക്കുകയും അതുമായി ബന്ധപ്പെട്ട വാർത്ത റിപ്പോർട്ട് ചെയ്തത്. അതിലുൾപ്പെട്ട പ്രതികൾ ഇതിലുണ്ട് എന്നുള്ളത്. തീർച്ചയായും ഈ സംഭവം വലിയ ഒരു അറ്റൻഷനാണ് ഈ ദിവസം ഈ കേസ് നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത്. അപ്പോൾ പോലീസ് ഇതിന്റെ നൂലാമാലകൾ കൃത്യമായി പരിശോധിക്കണം. ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്കെതിരെ കൃത്യമായ രീതിയിൽ നടപടിക്ക് പോവുകയും വേണം. മറ്റൊരു കാര്യം, ഇന്ന് തിരുവനന്തപുരത്ത് നിന്നും സമാന രീതിയിലുള്ള മറ്റൊരു വാർത്ത കൂടി വന്നത് തിരുവനന്തപുരത്തെ പോത്തൻകോട് എന്നാണ്. KSRTC ബസ് സ്റ്റാൻഡിൽ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഒരാൾക്ക് കുത്തേൽക്കുന്ന സംഭവം ഉണ്ടായി. കുത്തേറ്റ വിദ്യാർത്ഥിയെ ആശുപത്രിയിലേക്ക് മാറ്റി. ഇന്നലെ വൈകുന്നേരം വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷം നടന്നിരുന്നു. ഇതിൽപ്പെട്ട വിദ്യാർത്ഥികളെ പോലീസ് പിടികൂടി രക്ഷകർത്താക്കൾക്ക് ഒപ്പം വിട്ടയച്ചു.